BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. GCC ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ യോഗത്തിൽ ബഹ്റൈൻ പങ്കാളിയായി. വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഖത്തറിൽ 2 ദിവസം നീണ്ടുനിന്ന 24ാമത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തത്. ഉന്നത വിദ്യാഭ്യാസ സമിതി, അണ്ടർ സെക്രട്ടറിമാരുടെ സമിതി എന്നിവയുടെ നിർദ്ദേശങ്ങൾ യോഗം ചർച്ച ചെയ്തു. ബഹ്റൈനിലുള്ള വിവിധ രാജ്യങ്ങളുടെ അംബാസഡർമാരെ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി സ്വീകരിച്ചു. ജർമ്മൻ അംബാസഡർ ക്ലിമൻസ് അഗസ്റ്റിയോനസ് ഹക്ക്, ഫ്രാൻസ് അംബാസഡർ എറിക് ജെറോ, UK അംബാസഡർ എലിസ്റ്റർ ലോഞ്ച്, ഇറ്റാലിയൻ അംബാസഡർ ആൻറ്റിയ കത്താലിയോനോ, US എംബസിയിലെ സാമ്പത്തിക രാഷ്ട്രീയകാര്യ ഉപദേഷ്ടാവ് എലിസബത്ത് ഹാറ്റിംഗ് എന്നിവരെയാണ് സ്വീകരിച്ചത്. അംബാസഡർമാർ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യങ്ങളും ബഹ്റൈനും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും സഹകരണവും ശക്തമാണെന്നും വിലയിരുത്തി. കൂടുതൽ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിന് അംബാസഡർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. മേഖലയിൽ സമാധാനവും ശാന്തിയും സാധ്യമാക്കുന്നതിന് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ വിജയത്തിലെത്തുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ഗസയിൽ വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായുള്ള US പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന പ്രതീക്ഷ നൽകുന്നതായും വിലയിരുത്തി. ഗസയിൽ സമാധാന അന്തരീക്ഷം എത്രയും വേഗം കൈവരുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിലെ രാഷ്ട്രീയകാര്യ വിഭാഗം മേധാവി ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ, അഹമ്മദ് ഇബ്രാഹിം അൽ ഗർനൈസ്, അമേരിക്കൻ കാര്യ വിഭാഗം മേധാവി സൽമാൻ ഹസൻ അൽ ജറൈമ എന്നിവരും സന്നിഹിതരായിരുന്നു. BDF കമാൻഡർ ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ ഖലീഫ US മറൈൻ ഫോഴ്സ് ഓപ്പറേഷൻ ഹെഡ് അഡ്മിറൽ ലിസ ഫ്രാൻഷിറ്റിയെ സ്വീകരിച്ചു. ബഹ്റൈനും അമേരിക്കയും തമ്മിൽ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്ന ബന്ധവും സഹകരണവും മെച്ചപ്പെട്ട നിലയിലാണെന്നും ഇരുവരും വിലയിരുത്തി. സൈനിക സുരക്ഷാ മേഖലകളിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളും ചർച്ച ചെയ്തു. പ്രതിരോധ കാര്യമന്ത്രി കേണൽ ജനറൽ അബ്ദുള്ള ബിൻ ഹസൻ അനു ഐമി, BDF ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ ദിയ ബിൻ സഖർ അനു ഐമി എന്നിവരും മറ്റ് സൈനിക നേതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ച കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ. 3ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി അഭിനന്ദിച്ചാണ് കിരീടാവകാശി കേബിൾ സന്ദേശം അയച്ചത്. ബഹ്റൈനിലെ പ്രശസ്ത കവി മുഹമ്മദ് ഹാദി അൽ അൽവാച്ചിയെ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ സ്വീകരിച്ചു. രാജാവ് ഭരണമേറ്റതിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് എഴുതിയ കവിത ഫ്രെയിം ചെയ്ത് സമർപ്പിക്കാനെത്തിയതായിരുന്നു കവി. തന്റെ കൈപ്പടയിൽ കവിത എഴുതിയ അബ്ബാസ് മുസവിയും ഒപ്പമുണ്ടായിരുന്നു. കവിതയെക്കുറിച്ച് അദ്ദേഹം രാജാവിന് വിശദീകരിച്ചു കൊടുത്തു. കവിക്ക് തന്റെ കഴിവുകൾ ഇനിയും പുറത്തെടുക്കാൻ സാധിക്കട്ടെയെന്ന് ഹമദ് രാജാവ് ആശംസിക്കുകയും ചെയ്തു. റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്ത വിധവകൾക്കും അനാഥർക്കും ഈദ് പുടവ വാങ്ങുന്നതിനുള്ള സഹായ വിതരണം ചെയ്യാൻ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ ഉത്തരവിട്ടു. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ യുവജന ചാരിറ്റി കാര്യങ്ങൾക്കായുള്ള ഹമദ് രാജാവിന്റെ പ്രതിനിധിയായ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പിതൃനിർവിശേഷമായ ഇത്തരമൊരു സ്നേഹ സമ്മാനം നൽകാൻ ഉത്തരവിട്ട ഹമദ് രാജാവിന് അദ്ദേഹം പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചു. ബഹ്റൈനിലെ പ്രഥമ ENT സമ്മേളനം സെപ്റ്റംബറിൽ നടക്കുമെന്ന് സംഘാടക സമിതി വ്യക്തമാക്കി. എഡ്യൂക്കേഷൻ പ്ലസുമായി സഹകരിച്ച ഗൾഫ് ഹോട്ടലിൽ സെപ്റ്റംബർ 4-5 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരും വിദഗ്ധരും പങ്കെടുക്കുമെന്നും ഗവൺമെന്റ് ഹോസ്പിറ്റൽ CEO ഡോക്ടർ മറിയം അദ്ബി അൽ ജലാമ അറിയിച്ചു. മെഡിക്കൽ രംഗത്ത് ബഹ്റൈൻ കൈവരിച്ച പുരോഗതിയാണ് ഇത്തരം സമ്മേളനങ്ങളുടെ സംഘാടനത്തിലൂടെ വെളിപ്പെടുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യകാര്യ സുപ്രീം കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ പിന്തുണ സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് കരുത്തായുണ്ടെന്നും അവർ പറഞ്ഞു. ENT വിഭാഗത്തിലെ ഡോക്ടർമാർക്ക് കൂടുതൽ പരിചയസമ്പത്തും അനുഭവങ്ങളുടെ കൈമാറ്റവും സമ്മേളനത്തിലൂടെ സാധ്യമാവുമെന്നും അവർ കൂട്ടിച്ചേർത്തു. RMP പ്രവർത്തകരുടെ ബഹ്റൈനിലെ കൂട്ടായ്മയായ നൗക ബഹ്റൈൻ മനാമ അൽ ഹംറ തിയേറ്ററിനടുത്ത് വെച്ച് പായസം വിതരണം നടത്തി. ഷാഫി പറമ്പിലിന്റെ വിജയത്തോടനുബന്ധിച്ചായിരുന്നു ആഘോഷം. CPMന്റെ ബോംബ് രാഷ്ട്രീയത്തിനെതിരെയുള്ള വടകരയിലെ ജനങ്ങളുടെ വിധിയെഴുത്താണ് വടകരയിലെ വിജയമെന്ന് നൗക ബഹ്റൈൻ പറഞ്ഞു. പ്രസിഡന്റ് സബീഷിന്റെ നേതൃത്വത്തിൽ മഹേഷ് പുത്തോളി, ബാബു വള്ളിയാട്, രാജേഷ് ഒഞ്ചിയം, സജിത്ത് വെള്ളിക്കുളങ്ങര എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.
ഇന്ത്യൻ പൊതുതെരഞ്ഞെടുപ്പ് ഫലം മോദി സർക്കാരിന്റെ ഹിന്ദുത്വ അജണ്ടയ്ക്കേറ്റ തിരിച്ചടിയാണെന്ന് ലോക കേരള സഭാംഗവും പ്രതിപക്ഷാധികാരിയുമായ സുബൈർ കണ്ണൂർ. ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം ജനാധിപത്യത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. ഔദ്യോഗിക പ്രതിപക്ഷം പോലും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ശക്തമായ പ്രതിപക്ഷമുണ്ടായിരുന്നു. കൂടുതൽ കെട്ടുറപ്പോടെ ഇന്ത്യ മുന്നണി മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജനക്ഷേമകരമായ നയങ്ങളും നടപടികളുമായി മുന്നോട്ടു പോയിരുന്ന കേരളത്തിലെ ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നേട്ടമുണ്ടായില്ല എന്നതും വസ്തുതയാണ്. കേന്ദ്രത്തിൽ ബിജെപിക്കെതിരെ വോട്ട് എന്ന നിലയിൽ മാത്രം ജനം ചിന്തിച്ചുകൊണ്ടാണ് ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നേട്ടമുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ ഇടമൊരുക്കിയത് ആരാണെന്നും ആരുടെ വോട്ടാണ് ഇവിടെ നഷ്ടപ്പെട്ടതെന്നും ജനത്തിന് വ്യക്തമായി. ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം ഇടതുമുന്നണി ശക്തമായി തുടരുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് തെറിച്ചു വീഴാറായ യാത്രക്കാരനെ രക്ഷിച്ച കണ്ടക്ടർക്ക് അഭിനന്ദന പ്രവാഹം. ചാവറ അടൂർ പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സുനിൽ എന്ന പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ മണ്ടൂരുത്തുരുത്ത് സ്വദേശി ബിജിത്ത് ലാലാണ് യാത്രക്കാരനായ യുവാവിനെ അപകടത്തിൽ നിന്നും രക്ഷിച്ച് താരമായത്. ബസ്സിന്റെ പിൻവശമുള്ള വാതിലിന് സമീപം നിൽക്കുകയായിരുന്ന യുവാവ് താഴെ വീണ ചില്ലറ എടുക്കുന്നതിനിടെയാണ് ബസ് വളവ് തിരിഞ്ഞത്. പെട്ടെന്ന് തന്നെ ഇയാൾ പിടിവിട്ട് നിലതെറ്റി തെറിച്ചു വീഴുകയും ഡോറ് പുറത്തേക്ക് തുറക്കുകയുമായിരുന്നു. ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നിന്ന കണ്ടക്ടർ ബിജിത്താൽ പെട്ടെന്ന് തന്നെ യുവാവിന്റെ കൈകളിൽ കടന്നു പിടിച്ച് ബസ്സിനുള്ളിലേക്ക് തിരിച്ചെത്തിച്ചു. ഈ ദൃശ്യം ബസ്സിലെ ക്യാമറയിലൂടെ കണ്ട ബസ് ഉടമയാണ് വീഡിയോ പുറത്തുവിട്ടത്. വീഡിയോ വൈറലായതോടെ RTO ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പത്തനംതിട്ട RTOയുടെ നിർദ്ദേശപ്രകാരം സ്ഥലം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ ബിജിത്ത് ലാലിനെ പന്തളത്ത് വെച്ച് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. കുന്നത്തൂർ ജോയിന്റ് RTOയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവിലും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ എത്തി മെമ്മന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനൊപ്പം പ്രതികൂല കാലാവസ്ഥയിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ കൂടുതൽ ബോട്ടുകൾ സജ്ജമാക്കും. വിവിധ ജില്ലകളിലെ ഫിഷറീസ് സ്റ്റേഷനുകളിലുള്ള ബോട്ടുകൾക്ക് പുറമെ 9 തീരദേശ ജില്ലകളിലായി 19 ബോട്ടുകൾ ഉപയോഗിക്കും. 3 മറൈൻ ആംബുലൻസുകളും രക്ഷാപ്രവർത്തനത്തിന് സജ്ജമായി തീരത്തുണ്ടാകും. ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാത്രി മുതൽ ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകാത്ത സാഹചര്യത്തിൽ ഹാർബറുകളോട് അനുബന്ധിച്ചും തീരക്കടലിലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ തിരക്ക് അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട്. പ്രതികൂല കാലാവസ്ഥ മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ മറൈൻ എൻഫോഴ്സ്മെന്റും വിപുല സജ്ജീകരണം ഒരുക്കി. കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് 88 ലൈഫ് ഗാർഡുകൾക്ക് പുറമെ വിവിധ ഹാർബറുകളിലുമായി 100 പേരുടെ അധിക സേവനവും ഉറപ്പാക്കും. കാപ്പാട് കടപ്പുറത്ത് ദുൽഹജ് മാസപ്പിറവി കണ്ടതിനാൽ കേരളത്തിൽ ശനിയാഴ്ച ദുൽഹജ് 1 ജൂൺ 17 ബലിപെരുന്നാളുമായിരിക്കുമെന്ന് ഖാദിമാരായ സമസ്ത ബഹ്റൈൻ ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നായിബ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, കോഴിക്കോട് ഖാദി മുഹമ്മദ് കോയ ജമലുലൈലി തങ്ങളുടെ നായിബ് അബ്ദുള്ള കോയ, ഷിഹാബുദ്ദീൻ തങ്ങൾ, നാസർ ഹൈ ശിഹാബ് തങ്ങൾ, പാണക്കാട് എന്നിവർ അറിയിച്ചു. ബലിപെരുന്നാൾ ജൂൺ 17 സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാദിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി, കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ A. മുഹമ്മദ് മദനി, പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി എന്നിവർ അറിയിച്ചു. സൗദിയിൽ വ്യാഴാഴ്ച മാസപ്പിറവി കണ്ടതിനാൽ അറഫ ദിനം ജൂൺ 15 ഒമാൻ ഒഴികെ ഗൾഫ് രാജ്യങ്ങൾ 16 ബലിപെരുന്നാൾ ആഘോഷിക്കും. ഒമാനിൽ 17 പെരുന്നാൾ. തെക്കൻ തെലങ്കാനയ്ക്ക് മുകളിലേക്ക് മാറിയ ചക്രവാത ചുഴിയും തെക്കുകിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദപാത്തിയെയും തുടർന്ന് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ തീവ്ര മഴയാണ് രേഖപ്പെടുത്തിയത്. പൂക്കോട്ട് 140 മില്ലിമീറ്ററും ഇരിഞ്ഞാലക്കുടയിൽ 120 മില്ലിമീറ്ററും ഇരിക്കൂർ, PH എന്നിവിടങ്ങളിൽ 90 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.